നിലത്ത് മണലിൽ തന്നെ ഇരുന്നിട്ടാണ് ആൾക്കാർ ഫുഡ് കഴിക്കുന്നത്. ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ ചുറ്റും കുറേ പേരിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ വേറൊരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ചീരണി കഴിക്കാനാണ് നിങ്ങൾക്ക് തരുന്നത്. സഞ്ചിയിൽ കൊട്ടുന്നത് കുറ്റകരമാണ്, തെറ്റാണ്. റംസാനിലുള്ള ചീരണിയുടെ ലിസ്റ്റാണ് ഇതിലെ. ഈ റംസാനിൽ മാത്രം എത്ര എണ്ണം? കുറെ 15 ഉണ്ട്. 15 എണ്ണം. അതായത് 30 റംസാനും പിന്നെ പെരുന്നാളുണ്ടോ, ഈദ് 1 ഈദ് 3. ഹലോ, നമ്മളപ്പോൾ ലക്ഷദ്വീപിൽ എത്തിയതിൻ്റെ അടുത്ത ദിവസമാണ് കേട്ടോ. ഞാൻ ഇവിടെ വന്ന വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ ആ ഒരു റൂട്ടീനും തെറ്റി. അതായത് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ, ഇവർ പകല് സോറി ഇവർ രാത്രിയിൽ കിടന്നുറങ്ങുന്നില്ലല്ലോ. അപ്പോൾ ഏകദേശം 4 മണി വരെയൊക്കെ ഞങ്ങൾ നമ്മളെവിടെ ആയിരുന്നു? ബീച്ചിലും റീഫിലും ചായ കുടിക്കുക, ഓംലെറ്റ് കഴിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നിട്ട് 4 മണിക്ക് പോയിട്ട് സാദിഖിൻ്റെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് അത്താഴം കഴിച്ചിട്ടാണ് കിടന്നുറങ്ങി. പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ് എണീറ്റത്. ഇപ്പോൾ വൈകുന്നേരമായി. ഇന്നത്തെ ദിവസം നോമ്പ് തുറന്റെ സമയം ആവാറായി. അതിനോട് വിദ്യാർത്ഥിയെ പരിചയപ്പെടുത്തത് ഡോക്ടർ റിയാസ്. അവിടുത്തെ ഒരു പ്രമുഖനായിട്ടുള്ള ഡോക്ടറാണ്. പ്രമുഖനാണെന്ന് പ്രത്യേകം പറയാമല്ലേ? സ്വയം ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അല്ല, പ്രമുഖനാണ്, ശരിക്കും നശിപ്പിച്ച് ആയുർവേദ ഡോക്ടറാണ്. ഓക്കെ, ഇവിടെ തന്നെ അല്ലേ? നല്ലൊരു ഡാൻസർ കൂടിയാണ്. അതെ അല്ലേ? എവിടെ പഠിച്ചൊക്കെ? ഞാൻ കോട്ടക്കലാണ് PG ചെയ്തത്. വിജയവാഡ PM. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 5:30 മണി 5:45 ആയിട്ടോ. ഇവിടെ ഒരു പരിപാടി ഉണ്ട്, അത് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. ചീരണി. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിനെ കുറിച്ചിട്ട് മുമ്പ് അന്ന് വന്നപ്പോഴുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് അന്ന് വന്നപ്പോൾ നമ്മൾ യാസീനല്ലേ പോയത്, മറ്റേ അത് യാസീനായിരുന്നു. ഒക്കെ ഭക്ഷണ പരിപാടി പക്ഷേ വ്യത്യാസമുണ്ട്. അപ്പോൾ അതെന്താന്നുള്ളത് വിശദമായിട്ട് ഇവിടെ ആരോടെയൊക്കെ ചോദിച്ചിട്ട് നമുക്ക് പറയാം. 10-15 ഞാൻ കലണ്ടർ കാണിച്ചു. 10-15 അതായത് ഈ റംസാൻ ചീരണി എന്ന് പറഞ്ഞിട്ട് ഇവരൊരു കലണ്ടറിന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ, ഇന്ന ഡേറ്റിൽ ഇന്ന സ്ഥലത്ത്. അപ്പൊ സാധിക്കുന്നൊക്കെ ഈ കലണ്ടർ പിടിച്ച് നോക്കിയിട്ട് അത് അന്വേഷിച്ച് പോയി ഭക്ഷണം കഴിക്കുന്ന പരിപാടിയാണ്. ഇതിപ്പോ ഈ വഫാത്ത് ദിനം ഉണ്ടല്ലോ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് ദിനം, പിന്നെ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് ദിനം, അങ്ങനെ ഓരോ ദിനത്തിലും ആണ് ഇങ്ങനെ ഈ ചീരണി ബദരീങ്ങളുടെ നമ്മുടെ നേർച്ച പോലത്തെ എന്തോ ഒരു പരിപാടിയാണ്. അത് ഏകദേശം അതുപോലത്തെ ഒരു പരിപാടിയാണ് ചീരണി. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഓരോ പള്ളിയോടനുബന്ധിച്ചിട്ടുണ്ടാവും അല്ലേ? ഇത് മദ്രസയാണ്. ഓക്കെ, മദ്രസയിലും പള്ളിയിലും ഉണ്ടാവും. അപ്പൊ ഇപ്പൊ കണ്ടില്ല, ഇവിടെ ഇപ്പൊ വിജനമല്ലേ, രാത്രി 12:30 ശേഷമൊക്കെയാണ് പരിപാടി ഉണ്ടാവുക. അപ്പൊ ഫുള്ളാവും ഇവിടെ. 12 മണിക്കാ ഫുഡ് കൊടുക്കുക. 12 മണിക്കാ ഫുഡ് കൊടുക്കുക. ഇപ്പൊ 12 മണി കഴിയും, 12:30 നമുക്ക് പോയി കാണാം. അപ്പൊ നേരത്തെ നമ്മൾ ഇതിൽ പാസ് ചെയ്യുമ്പോൾ അവിടെ മുറ്റത്ത്, മദ്രസയുടെ മുറ്റത്ത് ഒരു വലിയ ചെമ്പൊക്കെ വെച്ചിട്ട് അവർ കുക്ക് ചെയ്യുന്നത് കണ്ടായിരുന്നില്ലേ? എന്താണ് ശരിക്കും ഫുഡ് ഉണ്ട്? അവിടെ പോയോക്കല്ലേ നമുക്ക്. അപ്പൊ ഇനിയിപ്പോ കാണാൻ പോകുന്നതല്ലേ. ആക്ച്വലി ഇവിടുത്തെ പ്രധാനപ്പെട്ട കുക്കിംഗ് പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് കേട്ടോ. ഇതാണ് മദ്രസയുടെ മുമ്പിലാണ് കേട്ടോ ഇവിടെ ഈ കുക്കിംഗ് നടക്കുന്നത്. ഈ ചെമ്പ് കാലിയാണ് കേട്ടോ. ഇതിപ്പോ തുടങ്ങാൻ പോണല്ലോ. എന്താണ് ഭക്ഷണം ഉണ്ടാക്കുക? ഇട്ടുബന്ധത, അതാണോ? അതാണ് സംഭവം അല്ലേ? ഓക്കെ. ഇട്ടുബന്ധത് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതാണ് ഇറച്ചിച്ചോറ് അല്ലേ? ഓക്കെ. അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അവിടെയൊക്കെ ഉണ്ടാക്കണ്ടല്ലോ, അവിടെയൊക്കെ ഉണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞല്ലോ. അസ്സലാമു അലൈക്കും. ഒന്നുമില്ല, ഇവിടുത്തെ ഇപ്പം ഇന്ന് നടക്കുന്ന പരിപാടി എന്താണെന്ന് വിശദമായിട്ട് പറയാം. ഇവിടെ പരിപാടി നമ്മുടെ റംസാൻ മാസം 22 എന്ന് പറയുന്നത് നമ്മുടെ ബിയ എന്ന് പറയുന്ന റളിയല്ലാഹുവിന്റെ ആണ്ട് നേർച്ചയാണ്. എല്ലാ വർഷവും നടത്തി വരുന്നതാണ്. ഓക്കെ. വളരെ വിപുലമായിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും. അത് സ്ത്രീകളുടെ ഒരു മഹദിയുടെ ഒരു ഇതിനാണ്. അപ്പോൾ കൂടുതലായിട്ട് സ്ത്രീകളാണ് ഇവിടെ. ഇന്നത്തെ ചീരണിക്ക് സ്ത്രീകൾക്കാണ് കുറച്ചുകൂടി പ്രാധാന്യം. ഓക്കെ. അപ്പോൾ സ്ത്രീകൾക്ക് അവർ കഴിക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത വീട്ടിൽ അതിനുള്ള സൗകര്യം ചെയ്യുന്നു. അങ്ങനെ. ഓക്കെ. എപ്പോഴാണ് ഇത് ഭക്ഷണം വിതരണം ചെയ്യുന്നത്? 12 മണിയാണ്, രാത്രി 12 മണിക്ക്. അത് ഈ റംസാൻ ആയതുകൊണ്ട് ഇങ്ങനെ. റംസാനാണ് ഈ മാസത്താണ് ഈ ആണ്ടുള്ളത്. ഈ ആണ്ട്. ഓക്കെ. അല്ലാതെയും കുറെ ഇങ്ങനെ ചീരണി നടക്കാറുണ്ടല്ലോ. വേറെ സ്ഥലങ്ങളിലുണ്ട്. നമ്മുടെ ഈ മദ്രസയിൽ ഈ ദിവസമാണ്. ഓക്കെ. ഈ ഭക്ഷണം എന്തായിരിക്കും? ഭക്ഷണം ഇവിടുത്തെ ഇതിൽ ഇട്ടുബന്ധ എന്ന് പറയും.
ഇറച്ചിച്ചോറ്, ഇറച്ചി മിക്സ് ചെയ്തിട്ട് ഒരു സംഗതി അല്ലേ? 8 വേണ്ടി. ഇതിനോടനുബന്ധിച്ച് പറഞ്ഞ പ്രാർത്ഥന പോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അല്ല, മൗലൂദ് പാരായണമുണ്ട്. രാത്രി തറാവി കഴിഞ്ഞിട്ട് മൗലൂദ് പാരുണ്ട്. അപ്പോൾ അതിന് മുമ്പോടിയായിട്ട് കഴിഞ്ഞ രാത്രി അതിൻ്റെ നേർച്ചപ്പാട്ട് പാടി കഴിഞ്ഞു. ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. അതിന്റെ സ്പെഷ്യൽ പാട്ടുകളൊക്കെ ഉണ്ടോ? ഇത് നേർച്ചപ്പാട്ടാണ്. പിന്നെ ഇന്ന് രാത്രി എൻ്റെ മൗലൂദ് തറാവി കഴിഞ്ഞിട്ട് തുടങ്ങും. ഇന്ന് രാത്രി. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങളുടെ പേരെന്തായിരുന്നു? എൻ്റെ പേര് ഷാഫി. താങ്ക് യു. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ കുക്കിംഗ് ഏകദേശം ആയി തുടങ്ങി. ഭയങ്കര ആഘോഷ പരിപാടിയാണ് കേട്ടോ. കുറേ ക്ഷീരണികളുണ്ട്. അതിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലേ, ഓരോ മഹത് ആൾക്കാരുടെ ആണ്ട് നേർച്ചകളൊക്കെ ആയിട്ടാണ് പരിപാടി. ഇവിടെ ദാ ചോറ് വെക്കുന്നുണ്ട്. ഈ തെങ്ങിൻ തോട്ടത്തിൽ വെച്ചിട്ടാണ് കേട്ടോ പരിപാടികളൊക്കെ നടക്കുന്നത്. ഇവിടെ ഒരു ടീം ഇങ്ങനെ അരി കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ബീഫ് സാധാരണ രീതിയിൽ കറി വെക്കുന്നത് പോലെ മസാലയൊക്കെ ഇട്ടിട്ട് കറി വെക്കുകയാണ്. അങ്ങനെ ബീഫ് വെന്തതിന് ശേഷം അതിനകത്ത് അരിയും കൂടി ഇട്ടിട്ട് ഒരുമിച്ച് വേവിച്ചെടുക്കുന്ന പരിപാടിയാണ്. അതിന് പറയുന്ന പേരാണ് ഇട്ട് ബന്ധത് എന്നാണ് കേട്ടോ പറയാം. അതായത് രണ്ടും കൂടി ഒരുമിച്ച് ഇട്ടിട്ട് ബന്ധത്. ഞങ്ങളുടെ നാട്ടിൽ കേരളത്തിൽ ഇറച്ചിച്ചോറ് ആ സെയിം സംഭവമാണല്ലേ ഇത്? ഓക്കെ 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 ഓക്കെ. അതേയാണോ മെയിൻ ഗുരുക്കൾ? ഒരു കലയാണല്ലേ? എല്ലാവർക്കും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടോ? സ്പെഷ്യൽ ഷെഫുമാരുണ്ട്? സ്പെഷ്യലാണ്. അടി പിടിച്ചു അല്ലേ? പിടിച്ചു പോകും. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ചോറുണ്ടാക്കുമ്പോൾ ഇത് നിർബന്ധമായിട്ടുണ്ടാകും. ഈ ചട്ടകോ? ഇത് പ്രത്യേക ചട്ടകോ? ഇത് വേണ്ടി ഉപയോഗിക്കുന്ന എന്താ അതിന്റെ പ്രത്യേകത? ഇത് കടി തട്ടാതെ അതിന്റെ ഷേപ്പ് നോക്കട്ടെ. അതിന്റെ അടിമ ഇതുണ്ടാക്കുമ്പോ ഇത് നിർബന്ധമായിട്ട് വേണമെന്നാ പറഞ്ഞത്. അല്ലെങ്കിൽ മറ്റേ മരത്തിനെ പിടിച്ചാൽ ശരിയാവില്ല. ഓക്കെ ഓക്കെ. ഇങ്ങനെ ആളുകളെ ക്ഷണിക്കണം അതോ എല്ലാവരും ഈ നാട്ടിലത്തെ എല്ലാവരും വരും? അപ്പൊ എത്ര പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കുക? ഇത് 1500 പേര്. 1500 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കും? 1500 പേര് ഉണ്ടാവും അല്ലേ? അത് സാധാരണ വരുന്ന ഒരു കണക്കാണ്. രാത്രി കഴിക്കാൻ പോ. രാത്രി വരാം. ഇതൊന്നും ടേസ്റ്റ് ചെയ്യണല്ലോ. എന്നാ പിന്നെ അത് കാണാം. അരി ഇടാൻ പോവാണ്. അടുത്ത ചെമ്പിൽ അരി ഇടാൻ പോവാണ്. സാധിക്കൊക്കെ ഉള്ളോ? നീ അടുത്ത കുരിക്കളാ? അതെ, പുറത്തേക്കിടണേ. തീ ഭയങ്കര ആളലാണ്. ഇത് പരിസരത്തേക്ക് നിക്കാൻ പറ്റുന്നില്ല, അത്ര ചൂടാ. അതല്ല, അവിടെ ചെറിയൊരു ചെമ്പിൽ എന്തോ ഉണ്ടല്ലോ, എന്താ? ഓയിലാ? അതാണ്. ഇവിടെ കണ്ടോ ചെറിയൊരു ചെമ്പില് എണ്ണയില് സവാള പൊരിച്ചോണ്ടിരിക്കുകയാണ് അല്ലേ? സവാളയും തക്കാളിയും. എന്നിട്ട് എന്ത് ചെയ്യും അത്? ഇത് ഇത്രയും സമയമൊക്കെ ഇങ്ങനെ വേവിക്കണോ? പെട്ടെന്ന് വേവുന്നല്ലേ ഇത്? അങ്ങനെ. എന്നിട്ട് ഈ ഓയിൽ അടക്കം ഒഴിക്കുക ചെയ്യാൻ? ഓക്കെ 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 ഓക്കെ. ഇത് ഓയിലിനകത്ത് സവാളയും തക്കാളി ഇട്ടിട്ട് വേവിക്കാം കേട്ടോ. എന്നിട്ട് ഈ തക്കാളിൻ്റെ സവാളിൻ്റെ ഒക്കെ ആ ഒരു സത്ത് ഓയിലിലേക്ക് മിക്സ് ആണ്. പിന്നെ ഇത് കോരിയിട്ട് അങ്ങനെ ഈ വെന്ത ചോറിലേക്ക് ലാസ്റ്റ് ഒഴിക്കായിരിക്കും ഇത്ര ചെയ്യാം. ഇപ്പൊ തന്നെ ഒഴിക്കൂല്ലേ? ഒരു ചെമ്പിൽ ഒരു ബക്കറ്റാ? 2 ബക്കറ്റ്. ഓക്കെ. ഇപ്പൊ തന്നെ ഇത് കോരി ഒഴിക്കാൻ തുടങ്ങി കേട്ടോ. ശരിക്കും ഇത് ഒഴിക്കുന്നതാണ് അത്ര ഈ ഇട്ടുബന്ധത്തിൻ്റെ ആ ഒരു ടേസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. കണ്ടോ, ഇദ്ദേഹം ബക്കറ്റിൽ കോരിയിട്ട് ഓരോ ചെമ്പിലേക്കും. അതിപ്പോൾ റെഡി ആയോ? വെന്തുകൊണ്ടിരിക്കുകയാണ്. അവസാന സമയമാകുമ്പോഴത്തേക്കും ഒഴിക്കും അല്ലേ? ഓക്കെ ഓക്കെ. ഇത് ഒഴിക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ശരിക്കും അതിൻ്റെ ഫിനിഷിങ് ആവുന്നത്. ഇതിനെന്താ പറയാ? ഇതിനൊരു പേരുണ്ടോ? RKG പാം ഓയിൽ എല്ലാം മിക്സ് ചെയ്ത്. ഓക്കെ ഓക്കെ. പിന്നെ അതിൽ സവാളയും തക്കാളി.
ഓക്കെ ഓക്കെ ഓക്കെ. ഇങ്ങനെ നടക്കുമ്പോൾ നല്ല മണ്ണാണ് കേട്ടോ. ഈ നോമ്പ് പോയിട്ട് ഈ സമയത്ത് ഈ മണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താടാ എന്താ ടോക്കൺ വാങ്ങാൻ നിൽക്കുന്നുണ്ടോ? ആ അതിലൂടെ പണിയെടുത്തവർക്ക് ചീരണിയുണ്ട് രാത്രി. ഓ അഡീഷണൽ കൊടുക്കും, അഡീഷണൽ കവർ കൊടുക്കും. അങ്ങനെ ഓക്കെ. ടോക്കൺ കൊടുക്കാം. ആ ഓക്കെ ഓക്കെ. നമ്മൾ മേടിച്ചിട്ടില്ല. അപ്പൊ അതാണ് ഇവിടെ പണിയെടുത്ത ആൾക്കാർക്ക് എക്സ്ട്രാ ചീരണി കൊടുക്കും. അപ്പൊ അതിനുള്ള ടോക്കൺ വിതരണത്തിന്റെ സമയമാണ്. പാത്രമൊക്കെ കളിയില്ലേ ആ പിള്ളേർക്കുള്ള ഒരു ചെറിയൊരു ഓക്കെ ഓക്കെ. ആ ആ വൈകുന്നേരം രാത്രി വന്നാൽ ഇതൊക്കെ വന്നാൽ പാക്കറ്റ് കൊടുക്കും. ചീര കൊടുക്കും. ആ അല്ല എല്ലാവർക്കും പാക്കറ്റ് ആണോ? അല്ല ഇവിടുന്ന് കഴിക്കില്ല. കഴിക്കാൻ ചെയ്ത് ഇവിടെ ആ ഓക്കെ 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 ഓക്കെ. ആ ഇവിടുന്ന് കഴിക്കുന്നതിന് പുറമെ അവർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കൊടുക്കുന്നതിനുള്ളൊരു ടോക്കണാണ്. അപ്പോൾ ഈ കുട്ടികൾ ഇവിടെ ഓരോ കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ്, പാത്രം കഴുകാനും അങ്ങനെയൊക്കെ. അപ്പോൾ അവർക്ക് ടോക്കൺ വിതരണം ചെയ്യാൻ കഴിഞ്ഞു. കൈയടിക്കടാ. ആ യെസ് യെസ്. ആ ഇത് വേറെന്താ പറയുന്നത്? ഗ്രീൻ ലീഫ് 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 ഇതിന് വേറെ നെയ്ച്ചോറ്റിൻ്റെ അല്ല അല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു. നെയ്ച്ചോറ്റിൻ്റെ അല്ല, ഇതിന് വേറൊരു പേരില്ല അല്ലേ? ഇല്ല. അപ്പൊ നമ്മുടെ ഈ ഇതിന് നല്ലൊരു നമ്മുടെ ഇതുണ്ടല്ലോ ഗീ റൈസിന്റെ നെല്ല്. ആ ഞാൻ അതിനകത്ത് ഒരു പച്ച കളർ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോന്ന് അറിയാം. നമ്മുടെ നെയ്ച്ചോറ്റിന്റെ ഇലയെന്ന് നമ്മുടെ ഇവിടെ അറിയപ്പെടുന്നത്. തന്നെ പറയണല്ലോ. ഈ ഇറച്ചിക്കൊക്കെ ഇട്ടാൽ നല്ലൊരു സ്മെല്ല് കിട്ടും. ഓക്കെ. ചോറ്റിനൊക്കെ ഇട്ടാൽ നമ്മുടെ ഈ ഗീ റൈസിന്റെ സ്മെല്ലൊക്കെ. സാധാരണ നമ്മൾ ഇവിടെ ഇറച്ചിച്ചോറാണ് ഉണ്ടാക്കുന്നത് എല്ലാ വർഷവും. ഇറച്ചി സെപ്പറേറ്റ്, ചോറ് വേറെ. ആ വേറെ ബീഫ് കറിയും ചോറും. ബീഫ് കറി. അപ്പൊ ഇന്നാണ് നമ്മൾ ഈ ഇറച്ചിന്റെ കുറവ് കാരണം ആണ് നമ്മൾ ഈ ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്നത്. ഇട്ട് ബന്ധത്. ആ അത് ബീഫ് ക്വാണ്ടിറ്റി കുറവാണ്. ആ അങ്ങനെ ചെയ്താണല്ലേ. ഓക്കെ ഓക്കെ. നമ്മൾ നേരത്തെ 5, 10, 6, 7 കിണ്ടലൊക്കെ അറുത്തിട്ട് ചെയ്യുമ്പോൾ ഇറച്ചി സെപ്പറേറ്റ്, ചോറ് അങ്ങനെയായിരുന്നു. ഇറച്ചി കുറവായതുകൊണ്ടാണ് ഇറച്ചി ചോറ് ഉണ്ടാക്കുന്നത്. ഓക്കെ ഓക്കെ. ഇത് പിന്നെ ഒരുമിച്ച് വിളമ്പുമ്പോൾ ഒരുമിച്ച് കുഴപ്പമില്ലല്ലോ. ആ അങ്ങനെ ആർക്കും കുറവ് പറയാൻ പറ്റില്ല. കിട്ടിയില്ലല്ലോ. എന്താണ് ഈ ശീരണി എന്നുള്ള വാക്കിന്റെ അർത്ഥം ഞാൻ സാദിഖിനോട് ചോദിച്ചപ്പോൾ അവന് ഞാൻ ചോദിച്ചപ്പോഴാണ് അവൻ അത് ആലോചിക്കുന്നത്. എന്താ പറഞ്ഞേ? പണ്ടുള്ള ആൾക്കാരുണ്ടല്ലോ, പ്രായമുള്ള പണ്ടുള്ള ആൾക്കാർ പള്ളിക്ക് ഉണ്ടാക്കുന്ന ഒരു വിരുന്നാണ് ചീരണി എന്നാണ്. ഓക്കെ ഓക്കെ. അവരുടെ ചെലവില് പള്ളിക്ക് കൊടുക്കുന്ന വെച്ചിട്ട് ചീരണി കൊടുക്കുന്ന അന്ന് അതിന്റെ പേര് ചോറ്. ഇപ്പൊ നമ്മള് ചോറെന്ന് പറയുന്നില്ലേ, അതിന് വരെ ഈ നേർച്ചക്ക് ഉണ്ടാക്കുന്നത് ചീരണി എന്നാ പറയുന്നത്. അത് ചോറന്നെ ആവണമെന്നില്ല. ചോറ് തന്നെയാണ്. ചീരണി അത് റെസ്പെക്ട് വാക്കാണ്. റെസ്പെക്ടിന്റെ പുറത്ത് പറയുന്നതെന്നാണ് പണ്ട് കേട്ട് വരുന്ന ഒരു വാക്കാണ്. അത്രേ ഉള്ളൂ. നമ്മുടെ പൂർവികന്മാരുടെ ഒരു ഇതാണത്. ഓക്കെ ഓക്കെ. ഇപ്പൊ നേർച്ച പള്ളിയിൽ കൊടുക്കുന്ന, ഈ മദ്രസയിൽ കൊടുക്കുന്ന അതിനെ പറയുന്ന ചീരണി എന്നാ ചീരണിയാന്നാ പറയാം. ഓക്കെ ഓക്കെ. ആലോചിച്ചില്ല അതിനെ കുറിച്ചൊന്നും. ഇപ്പൊ കഴിക്കുന്നല്ലോ. അതെവിടെയും എഴുതി കണ്ടു ഞാൻ അവിടെ വന്ന് കഴിച്ചിട്ട് പോകുന്നല്ലാതെ ഈ വാക്കിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. ആണ്ടിന്റെ നോക്കി നടത്തുന്നത് കാരണവരാണ് അങ്ങടെ. അസ്സലാമു അലൈക്കും. പേര് മുഹമ്മദ്. ഞാൻ അഷ്റഫ്, കേരളത്തിലാണ്. അപ്പൊ ഇത് ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നാണ്. കഴിച്ചിട്ട് ആ കഴിക്കാൻ വരാം, രാത്രി വരാം. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഒഫീഷ്യലി ഇൻവൈറ്റ് ചെയ്തിട്ടോ എന്നെ? ആ നീ എങ്ങനെ വരും? അങ്ങനെയൊന്നുമില്ല അല്ലേ? ആ എല്ലാരും വരാം. ഏത് മതക്കാരൊക്കെ വന്നിട്ട് കഴിച്ചിട്ട് പോവാം. ജാതി മതമൊന്നുമില്ല, നമ്മുടെ ഒരു കൂട്ടായ്മയാണ്. നമ്മുടെ ഈ റംസാൻ എന്ന് പറയുന്നത് തന്നെ ഒരു എല്ലാരും പറയുന്നത് കൂടിയിരുന്ന് കഴിക്കുന്നതല്ലേ ഒന്നിച്ച് നമ്മൾ ഈ അറബ് രാജ്യത്തെല്ലാം കാണുന്നില്ല, ഒരുമിച്ചിരുന്ന് കഴിക്കാം. അങ്ങനെ കഴിക്കൽ അത് വളരെ നല്ലതെന്നാ നമ്മളെ ഇതില് വിശ്വാസം. അങ്ങനെ ഞങ്ങൾ ഇവിടെ മിക്കവാറും സപ്ലൈ ഉള്ളത് അങ്ങനെ. എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. കൂട്ടായിട്ടിരുന്നിട്ട് 2 പേര് 4 പേരൊക്കെ ഇരുന്നിട്ടാണ് അങ്ങനെ കഴിക്കും. അങ്ങനെയാ കഴിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ഞാൻ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. ആയിക്കോട്ടെ. ഞങ്ങളുടെ മോള് ബിബാത്തുമ്മാവി അവരുടെ പേരിൽ കഴിക്കുന്നതായിരുന്നു. ഇവിടെ പെണ്ണുങ്ങൾ കൂടിയിട്ട് ഇവിടെ ഒരു വീട്ടിൽ കഴിക്കലായിരുന്നു. പിന്നെ ഈ സദ്യ കുറച്ച് വലുതായപ്പോ അവർക്ക് കഴിക്കാൻ പറ്റാതെ അങ്ങനെയാണ് അത് മദ്രസയിലേക്ക് വരുന്നത്. പിന്നെ അതിന് മുമ്പ് പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഇളാപ്പ ഇത് നടത്തി വന്നു. ഇളാപ്പ ഒരു കമ്മിറ്റിക്കാരുണ്ട്, അവർ കമ്മിറ്റി ആയിട്ട് നടത്തി വന്നു. പിന്നെ അവര് ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറെ ഏറ്റെടുത്ത് ഞങ്ങളൊരു 10 പേരുണ്ട് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ എൻ്റെ മേൽ ഒരു ചെറിയ ഇതിൽ ഞാനാണ് ചെയ്യുന്നത്. കാരണം
ഒരാളൊരു നേതൃത്വം വേണം. അങ്ങനെ ഒരു നേതൃത്വത്തിന് ഇവരെല്ലാം കൂടി നിങ്ങളാണ്. ഞാൻ ഒഴിയാൻ നിൽക്കുകയാണ്, എന്നെ ഒഴിക്കുന്നില്ല ഇവർ. ഇൻഷാ അല്ലാ നമുക്ക് അങ്ങനെ പോകുന്നുണ്ട്. അടുത്ത കൊല്ലം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റും. ഇല്ലല്ലോ, ഉണ്ടാവണം. തർക്കത്തുൽ ഇസ്ലാം മദ്രസ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് ഇവിടെ. അതിന്റെ ബ്രാഞ്ചുകളാണ് 5 ബ്രാഞ്ചുകളുണ്ട്. അത് മുഴുവൻ്റെ മദ്രസയുടെ സെക്രട്ടറിയാണ്. പേരെന്താണ്? CN കുട്ടിയമ്മദ്, പ്ലാനിംഗ് ഡയറക്ടർ എന്ന് റിട്ടയർഡ് ആണ്. ഓക്കെ. നമ്മളവിടെ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരെണ്ണം റെഡിയായി. ഒരു ചെമ്പിൽ ഒരു ബാച്ച് നമ്മളെ ഇട്ട് ബന്ധത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതാണ് സംഭവം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ആക്ച്വലി ഇത് ഞാൻ പല പ്രാവശ്യം കഴിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ നമ്മളിത് കഴിച്ചിട്ടില്ല. അതിന് സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ ആയിരിക്കും എന്തായാലും. അത് നമുക്ക് രാത്രി എക്സ്പീരിയൻസ് ചെയ്യാം. സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ ആയിരിക്കും. സ്പെഷ്യൽ ആണല്ലേ? ഇറക്കി വെക്കാനാ? അടുപ്പുണ്ടല്ലോ, അടുപ്പ് ആംഗിളിലാണ്. അപ്പൊ അതിൽ ചൂട് പിടിച്ചുകൊണ്ട് പൊക്കി വെക്കുന്നതാണ്. പൊക്കി ഒന്ന് പൊക്കി വെക്കുന്നു. ഓക്കെ. അപ്പൊ അത് ആംഗിളായിട്ട് വിട്ട് ചൂട് കുറയും. മനസ്സിലായി. ഇതിന്റെ അടിയിൽ ഈ തേങ്ങയുടെ ചകിരി വെച്ചിട്ട് ചെമ്പൊന്ന് പൊക്കി വെക്കുന്ന പരിപാടിയാണ് ഇപ്പൊ കാണുന്നത് കേട്ടോ. അവിടെ അങ്ങനെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളപ്പോൾ വേറെ സ്ഥലത്താണ് ഇന്ന് നോമ്പ് തുറക്കാൻ വിചാരിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കമ്മിറ്റിക്കാർ നമ്മളെ ഇവിടുന്ന് നോമ്പ് തുറക്കാമെന്ന് നിർബന്ധിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഇവരുടെ കൂടെ ഇവിടുന്ന് തന്നെ നോമ്പ് തുറക്കാൻ തീരുമാനിച്ചു കേട്ടോ. കഴിഞ്ഞ ദിവസം ഇവിടെ രാത്രി ഭയങ്കര രസമാണെന്ന് പറഞ്ഞിരുന്നല്ലോ. രാത്രി ഭയങ്കര ആക്റ്റീവായിരിക്കും ഈ സ്ഥലം മൊത്തം. അപ്പോൾ ഇന്നലെ രാത്രി ഞാനത് ഷൂട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. ആ യാത്ര ചെയ്തതിൻ്റെയും മൊത്തത്തിൽ ഒരു ക്ഷീണമൊക്കെ ആയിരുന്നു, കാരണം ചെയ്തില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നോമ്പിന് ഇവരുണ്ടാക്കുന്ന ചില സ്പെഷ്യൽ ഭക്ഷണങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണണം. ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 1-2 പേരൊക്കെ കണ്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ വഴിയെ നമുക്ക് കാണാം. പിന്നെ എന്തായാലും ഒരു അരമണിക്കൂർ കൊണ്ട് നോമ്പ് തുറക്കാനുള്ള സമയം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നോമ്പ് തുറക്കാം. നോമ്പ് തുറക്കാൻ എന്തായാലും കുറച്ചുകൂടി സമയമുണ്ട്. അപ്പോൾ നമുക്ക് വെറുതെ ഒന്ന് കറങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും. അപ്പോൾ നമ്മുടെ നവാസും അൽത്താഫും സാദിഖും ഞാനും പിന്നെ നമ്മുടെ ഡോക്ടറും പിന്നെ വേറൊരു സുഹൃത്തും കൂടി ഇങ്ങനെ ഞങ്ങളൊരു 3 ബൈക്കിലായിട്ട് അവിടുന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ടോ. ഇവരുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് വെറുതെ ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ കറങ്ങി നടക്കുക. ഒരുപാട് ദൂരത്തേക്കൊന്നും പോകാൻ ഇവർക്ക് ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഉള്ള ദൂരം ഈ റോട്ടിൽ കൂടി വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കും. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ നവാസും അൽത്താഫും എവിടേക്കോ കറങ്ങിയിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. അപ്പോൾ വീണ്ടും നമ്മുടെ ഹെലിപ്പാഡ് ഉണ്ടല്ലോ, ഈ ദ്വീപിൻ്റെ കവരത്തി ദ്വീപിൻ്റെ അങ്ങേ അറ്റത്തുള്ള ഹെലിപ്പാഡിലൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ കേട്ടോ. ഇവർ ഇവിടെ ബൈക്ക് ഓടിക്കുമ്പോഴൊരു പരിപാടി ഞാൻ ശ്രദ്ധിച്ചത്, ഇപ്പോൾ 2 ബൈക്ക് ഒരുമിച്ച് പോവുകയാണെങ്കിൽ അടുത്ത് ഇങ്ങനെ പിന്നാലെ ആയിട്ടല്ല, ഒരുമിച്ച് ഇങ്ങനെ പോകും, സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോകട്ടോ. നമുക്ക് അങ്ങനെ ശീലമല്ലല്ലോ. അപ്പോൾ നമുക്ക് ശരിക്കും പേടിയാവും, വണ്ടി തമ്മിൽ ഇങ്ങനെ കുളത്തി പോകുമെന്നൊക്കെ പേടിയാവും. ഇപ്പോൾ ഞാനും സാദിഖുള്ള ബൈക്കിൻ്റെ തൊട്ട് അടുത്ത് ഒപ്പം നമ്മുടെ നവാസും അൽത്താഫ് ഭായിയുള്ള ബൈക്കുണ്ട്. പിന്നെ വേറെ മറ്റ് 2 ബൈക്ക് ഞങ്ങളുടെ പുറകിലായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിങ്ങനെ പോവുകയാണ്. ഓപ്പോസിറ്റ് ബൈക്ക് വരുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ്. എനിക്കിപ്പോഴും ഇവരിങ്ങനെയാണ്, ഇവരുടെ ശീലതാണ്. അപ്പോൾ അങ്ങനെ ഈ ഹെലിപ്പാഡിൻ്റെ അവിടെ എത്തിയിട്ടോ, കുറച്ച് ദൂരം വന്നിട്ട് ഇവിടെ എത്തിയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് സമയം അവിടെ നിൽക്കുന്നു, പക്ഷേ ഇങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയമാകാൻ വേണ്ടിയിട്ട്, സമയം കളയാൻ വേണ്ടിയിട്ട് വരുന്ന കുറേ ബൈക്കിലുള്ള ടീംസ് ഉണ്ട്. അവരൊക്കെ വെറുതെ വന്നുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒറ്റ റൗണ്ട് അടിച്ച് നേരെ തിരിച്ചങ്ങോട്ട് പോകും. വേറെ പ്രത്യേകിച്ച് ഇവിടെ കാണാനോ സംഭവങ്ങളൊന്നുമില്ല, വെറുതെ സമയം കളയാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ അങ്ങനെ ഇരുന്നിട്ട് പിന്നെ തിരിച്ചു പോയിട്ടോ. അപ്പോൾ നമ്മൾ നോമ്പ് പറഞ്ഞിട്ട് കുറച്ച് നേരം വീട്ടിൽ നിന്ന് പിന്നെ പള്ളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം രാത്രി ഒരു 12 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നാണ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ ഈ ചീരണിയിൽ, അതായത് ആണ്ടിൻ്റെ അങ്ങോട്ട് വന്നാണ്. ഇവിടെ വന്നപ്പോൾ എന്ത് തിരക്കാൻ നോക്ക്. ഈ പരിസരം മൊത്തം നിറയെ ആൾക്കാരാണ് കേട്ടോ. ഈ കുറേ ആൾക്കാർ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നതാണ്. കുറേ പേര് കയ്യിൽ പാക്ക് ചെയ്ത ഭക്ഷണമുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് പരിപാടി എന്നൊന്ന് അവിടെ പോയി നോക്കാം കേട്ടോ. നമ്മുടെ ഈ പരിപാടി ആദ്യമായിട്ട് കാണുന്നതാണ്. കണ്ടോ ആൾക്കാർ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടോ. ഇവിടെ ഈ മണലിൽ തന്നെ ഇരുന്നിട്ട് കഴിക്കാട്ടോ. താഴത്ത് നിലത്ത് മണലിൽ തന്നെ ഇരുന്നിട്ടാണ് ആൾക്കാർ ഫുഡ് കഴിക്കുന്നത്. ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ ചുറ്റും കുറേ പേരിങ്ങനെ ഇരിക്കുകയാണ് കണ്ടോ. ഇങ്ങനെ വേറൊരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ചീരണി കഴിക്കാനാണ് നിങ്ങൾക്ക് തരുന്നത്.
സഞ്ചിയിൽ കൊട്ടുന്നത് കുറ്റകരമാണ്, തെറ്റാണ്. അതുകൊണ്ട് ആരും സഞ്ചിയിൽ കൊട്ടാതെ ശീരണി തിന്നാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തരുന്നത്. അതെല്ലാവരും തിന്ന് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പ്രശ്നമൊന്നുമില്ല. മേടിച്ച ഉടനെ സഞ്ചിയിൽ കൊട്ടുന്നത് പരിപാടി നിർത്തുക. കിട്ടിയോ? സാധനം കിട്ടിയോ? ആ സെറ്റ്. ഇവിടെ തന്നെ ഇരിക്കല്ലേ? അവിടെ തന്നെ ഇരിക്കാം. ഞാൻ ഈ വിളമ്പെന്നൊക്കെ കാണട്ടെ. ഇതൊക്കെ എവിടെയാ? ഞാൻ ഒന്ന് പോയിട്ട് വരാം. നിങ്ങൾ തുടങ്ങിക്കോ. കഴിച്ചു തുടങ്ങി. ഞാൻ വരാം. അല്ല കഴിച്ചു തുടങ്ങിക്കോ. നിങ്ങളിരിക്കും. ഞാൻ വരാം. കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞു. എല്ലാം പ്ലേറ്റിലായി. ആ ഇതിന്റെ അകത്ത് കയറിക്കോ. നമ്മൾ കുറച്ച് നേരത്തെ വരണ്ടിരുന്നു. അവിടെ ഉണ്ടോ? ഈ മദ്രസന്റെ മുറ്റത്താണ് കേട്ടോ ആൾക്കാർക്ക് ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണേ. അപ്പൊ എൻ്റെ അടുത്ത് ഇതിന്റെ അകത്തേക്ക് വന്നോ, അവിടെ വിളമ്പി വെച്ചത് കാണാന്ന് പറഞ്ഞു. ഇവിടെ എന്താണ് ഇത്? ഞാൻ ഇവിടെ മൗലൂദ് ആൾക്കാരുണ്ട് ഇവിടെ ഇതിന്റെ അകത്ത്. അവർക്കൊരു സ്പെഷ്യൽ ആയിട്ടൊരു പാക്കറ്റ്. ഓ, അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചാണ്. മൗലൂദ് എപ്പോഴാണ് ഉണ്ടാവുക? അത് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ഭക്ഷണം കൊടുക്കുന്നത്. ഓക്കെ. ഇവിടാണ് മൗലൂദ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞു. അപ്പൊ അവരിനി ഇത് കൊണ്ടുപോയി എല്ലാം കൊണ്ടുപോയി. ഇനി നമ്മുടെ കമ്മിറ്റിയിൽപ്പെട്ട കുറെ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി പാക്ക് ചെയ്ത് വെച്ചാണ്. കഴിക്കാം. ഇതാ ഇവിടെ റൂമിനകത്ത്. ഹായ്. ഓ, ഇങ്ങനെ വിളമ്പി വെച്ചിരിക്കുകയാണല്ലേ. കണ്ടോ, ഇങ്ങനത്തെ വലിയ പ്ലേറ്റിൽ ഇങ്ങനെ വിളമ്പി വെച്ചിരിക്കും. ഇത് 3 പേർക്കുള്ളതാ അല്ലേ? ഇത് ഇവിടുത്തെ എല്ലാ ഭക്ഷണത്തിലും ഇങ്ങനെ തന്നെയാണല്ലേ? ഒരുമിച്ച് ആൾക്കാർ കഴിക്കാം അല്ലേ? ഒരു പ്ലേറ്റിൽ നിന്ന് 3 പേര് കഴിക്കും അല്ലേ? ഓ, അങ്ങനെയൊക്കെ കൂട്ടുണ്ടോ? ഒരാളെ അല്ല കഴിക്കുന്നത്. ഓ, അങ്ങനെ ഇങ്ങനെ തന്നെയാണ്. ഓക്കെ. ഇതിപ്പോ കഴിയാറായോ ആൾക്കാർ? ഇനി ആൾക്കാർ ഇനി വരാണ്ടോ? ഉണ്ടാവില്ലേ? ഏകദേശം എത്ര പേര് വരും? 1000 മുകളിലുണ്ടാവും. ഓക്കെ. നിങ്ങളെ പേരെന്താ? സാബിർ. ഓക്കെ, എന്നാ കഴിക്കട്ടെ. ഇല്ല, കഴിക്കാൻ പോകുന്നു. ഇത് കണ്ടോ, വിളമ്പീറ്റ് ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നുണ്ട് പ്ലേറ്റുകൾ. ഈ പ്ലേറ്റുകളൊക്കെ ഇവിടെ ഉള്ളത് തന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഉണ്ടാവും, പള്ളികളിൽ ഉണ്ടാവൂലേ? ഓ, എപ്പോഴും ഇങ്ങനെ പരിപാടി ഉണ്ടാവുമല്ലോ, അതുകൊണ്ട്. ഓക്കെ. അതെ അല്ലേ? അതെ. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് കഴിക്കാട്ടോ. എന്റെ കൂട്ടുകാരൻ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞാ? ഓക്കെ. നിങ്ങൾ കഴിച്ചു തുടങ്ങിയിട്ടില്ലേ? അത് ശരി. കഴിച്ചു. എങ്ങനെയുണ്ട്? നമ്മളീ നല്ല ബീഫ് കറി ചോറിലൊഴിച്ച് കുഴച്ച് കഴിക്കൂലേ, അതിൻ്റെ ഒരു കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ്. പിന്നെ ഇങ്ങനെ കഴിക്കുന്ന പരിപാടി ഞാൻ വേറെ എവിടെയും കണ്ടിട്ടുണ്ടോ? ഇത്രയും യാത്ര ചെയ്തത് ലക്ഷദ്വീപിലല്ലാതെ 3-4 പേര് ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കുന്ന പരിപാടി പണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ യൂണിറ്റിയുടെ ഒരു ശരിക്കും ഇതിങ്ങനെ നിലനിൽക്കണല്ലേ എല്ലാ കാലത്തും. ലക്ഷദ്വീപുകാരുടെ ഒരുമയാണ് ഈ കാണുന്നത്. ഒരുമയുടെ ഭാഗമാണ്. ഞാൻ അന്ന് വന്നപ്പോൾ യാസി എന്ന് പറഞ്ഞൊരു പരിപാടി, മരിച്ച വീട്ടിൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടാകുന്ന പരിപാടിയല്ലേ, അന്ന് ഇങ്ങനെ പരിപാടിക്ക് പങ്കെടുത്തപ്പോൾ ഇതുപോലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ എവിടുന്നും ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ടില്ല. അതൊരു വ്യത്യസ്തതയാണ് ശരിക്കും. അങ്ങനെയല്ല, ഇത്രയും കാലമായിട്ട് ശീരണി കഴിച്ചിട്ട് കൈ കഴുകേണ്ട എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അല്ല, വീട്ടിലാണ് സാധാരണ. അങ്ങനെയൊന്നുമല്ല, തെങ്ങില് പിടിച്ച് ഓരതണം. ഇവിടെ ഏറ്റവും കൂടുതൽ ആണ്ടിൽ പങ്കെടുത്ത റെക്കോർഡുള്ള. അതെല്ലേ? ഒരാണ്ടും മിസ് ചെയ്യാറില്ല. അതെല്ലേ? മിസ് ചെയ്യാറില്ല. അങ്ങനെയാണ് കൈ കഴുകേണ്ടത് കേട്ടോ. തെങ്ങില് പിടിച്ച് വരക്കണം. ശരിയായില്ലേ? നോമ്പായിട്ടും കണ്ടില്ലേ? അതെ. പാർട്ട്നേഴ്സ് ഇൻ ചീരണി.
ഇതിന്റെ കഥ എന്താണ് ഇത് നമുക്ക് അതല്ല ഇത് നമ്മളിപ്പോ 5-6 ആൾക്കാർ വണ്ടികൾക്ക് മാത്രം കവർ ചെയ്യും. ഇല്ല അതെന്ന് വെച്ചാല് ഈ ഇതിന്റെ ഈ പരിപാടിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വരുമ്പോ ഒരു ടോക്കൺ കൊടുക്കും. ഓ അതിന്റെയാണ് സംഭവം ഇയാളാണ് ഈ പള്ളിയിൽ വിളം കൊടുക്കില്ലേ അത് ആദ്യം കവറിലാക്കും പിന്നെ അതാണ് നേരത്തെ അനൗൺസ് ചെയ്തില്ലേ. അതാണ് കവറിലാക്കരുതെന്ന് കവറിലാക്കി പക്ഷേ അതിന് മുമ്പ് നമ്മളാക്കി. സംഭവം ഇതാണ് കേട്ടോ. നേരത്തെ നമ്മൾ വന്നപ്പോൾ കണ്ടില്ലേ ഇവിടെ ഈ വർക്കിനൊക്കെ കൂടുന്ന ആൾക്കാരുണ്ടല്ലോ, ഇത് കുക്ക് ചെയ്യുന്ന പരിപാടികൾക്കും പാത്രം കഴുകാനും അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ കൂടുന്ന ആളുകൾക്ക് സ്പെഷ്യലായിട്ടൊരു കവർ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കൊടുക്കുന്നതാണ് കേട്ടോ. അതാണ് നമ്മുടെ സുഹൃത്ത് കേക്കിന് കിട്ടിയിട്ടുള്ളത്. ഇവിടെ പിന്നെ വേറൊരു സംഭവം എന്താ അറിയോ, ഇവിടെ എവിടെ വേണേൽ നമുക്ക് ഇരിക്കാം. അത് ഞാൻ പറയാൻ പറഞ്ഞതാണ് കേട്ടോ. ലക്ഷദ്വീപിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് മുറ്റത്തോ തൊടിയിലോ എവിടെ വേണമെങ്കിലും ഇരിക്കാൻ പറ്റും. കംപ്ലീറ്റ് ഈ ഒരു വൈറ്റ് സാൻഡാണ്, അതായത് നമ്മുടെ ഡ്രസ്സിലൊന്നും ചളിയാവില്ല. ഇവിടെ കണ്ടോ, ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംവിധാനം, ഒന്നുകിൽ ടേബിളും ചെയറൊക്കെ വേണം, അതല്ലെങ്കിൽ പിന്നെ താഴെയൊക്കെ എന്തെങ്കിലും വിരിക്കണം, പല ഷീറ്റൊക്കെ വിരിച്ചിട്ടിരിക്കണം. ഇവിടെ പിന്നെ ആ പ്രശ്നമില്ല. ഇവിടെ ഭക്ഷണം ആ നിലത്ത് തന്നെ മണ്ണിൽ തന്നെ വെച്ച് കൊടുക്കും. അവിടെ താഴെ ഇരുന്നിട്ട് ആൾക്കാർ കഴിക്കും. ഏത് സ്ഥലത്ത് ഇരിക്കാൻ പറ്റും. നമ്മൾ ഇരുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം എണീറ്റിട്ട് ജസ്റ്റ് ഒന്ന് കുടഞ്ഞാൽ മതി, ആ മണൽ ഡ്രസ്സിനാണ് പോവും. അപ്പോൾ അഴുക്കൊന്നും പിടിക്കില്ല. അതാണ് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ. എവിടെ പോയാലും കാണാം അങ്ങനെ. എവിടെയാണോ തോന്നി അവിടെ അങ്ങോട്ട് ഇരിക്കും. സൗണ്ട് ഉണ്ടാക്കല്ലേ, പതുക്കെ വച്ചുണ്ടാക്കണ്ട. എന്താ വിശേഷം? പേരെന്താണ്? ഞാൻ അങ്ങനെ നടന്നു പോകുമ്പോഴേ യൂട്യൂബറെ കണ്ട് എല്ലാവരും വിളിച്ചോണ്ടിരിക്കുക. എന്നിട്ട് ഭക്ഷണം കഴിച്ചെല്ലാരും സുഖല്ലേ? നോമ്പൊക്കെ എങ്ങനെയുണ്ട്? ഉണ്ടായോ ഷെറാ? ഞാൻ നേരത്തെ വന്നു പോയതാണ്. ഓക്കെ സാദിഖ് സാറിന്റെ സ്റ്റുഡൻസ് ആണ്. ആയിക്കോട്ടെ കാണാം. ഞാൻ ആലോചിക്കുന്ന ഈ മുഖം എവിടെ കണ്ടിട്ടില്ലെന്നില്ല, എനിക്കൊരു ഐഡിയ കിട്ടില്ല. ഇപ്പൊ മനസ്സിലായി. എന്ത് വിശേഷം? അപ്പൊ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ഇപ്പോഴും? നമ്മളെ സച്ചു താമസിച്ചിരുന്നില്ലേ? സച്ചുവിന് അന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത ഇത്താന്റെ ഭർത്താവാണ് കേട്ടോ. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തെ മനസ്സിലായില്ല. നമ്മളപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു, മദ്രസേൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ ഒരു ജംഗ്ഷനാണ്. ഇവിടെ കണ്ടോ തിരക്ക് നോക്കിയേ. പകലും ഇത്രയും തിരക്കുണ്ടാവില്ല. നോമ്പ് പറഞ്ഞൊരു 10 മണി വരെയും ഇവിടെ ഇങ്ങനെ ഈ തിരക്കൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു 10 മണിക്ക് ശേഷം ഇങ്ങനെയാണ് കേട്ടോ. ഇനി നേരം വെളുക്കുന്നത് വരെ ഇവിടെ ഇങ്ങനെയാണ്. ആളുകൾ ഇങ്ങനെ ബൈക്കിൽ കയറിയിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാറ്റൊക്കെ കൊണ്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഒരു കട്ടൻ ചായ കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോവാൻ കേട്ടോ. കട്ടൻ ചായ അല്ലേ? കട്ടൻ ചായ ശരിക്കും ആ ചോറിൻ്റെ കൂടെ കിട്ടിയിരുന്നെങ്കിൽ പൊളിച്ചിരുന്നത്. നല്ല കോംബോ ആയിരുന്നു. ഹലോ, എവിടെ? കവർ കൊണ്ടുപോകുന്ന ടീമുണ്ടല്ലോ, അവരെ നോട്ട് ചെയ്യാൻ വേണ്ടി അവരെ പുറകെ പോവാണല്ലേ? സാദിഖ് ചുളിവില് അവിടുത്തെ കവർ വാങ്ങുന്നുണ്ട്. ഈ ലക്ഷദ്വീപ് ബ്ലോഗർ എന്ന് പറഞ്ഞിട്ടേ ചുളിവിൽ കവർ കിട്ടിയില്ല. പക്ഷെ കിട്ടിയില്ല, കൊടുത്തിട്ടില്ല. ഞാൻ കേട്ടായിരുന്നു കരയുന്നു. മറ്റേ ഒരു ബ്ലോഗർ ഉണ്ട്, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. അയാൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് വായിക്കായിരുന്നു. ഇവിടെയാണോ ചായ? ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ ഈ കൂട്ടുകാരുടെ ആ ഒരു വൈബും ആ ഒരു ആക്റ്റീവ്നെസ്സും കണ്ടില്ലേ? ഇത് തന്നെയാണ് കേട്ടോ. മൊത്തത്തിൽ എല്ലാ ആൾക്കാരും ഇങ്ങനെ ബൈക്ക് എടുത്തിട്ട് ഇങ്ങനെ വെറുതെ കറങ്ങുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. നല്ല ചൂടാണല്ലോ ഇപ്പോൾ ക്ലൈമറ്റ്. പക്ഷേ ബൈക്കിൽ പോകുമ്പോൾ ഒരു കാറ്റ് കിട്ടുമല്ലോ. അപ്പം ഇങ്ങനെ ബൈക്ക് എടുത്തിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ കുറേ സമയം ബീച്ചിൽ പോയിരിക്കും. നമുക്ക് ബീച്ചിൻ്റെ സൈഡിലൊക്കെ പോകാൻ പറ്റും. രാത്രി എങ്ങനെയാണ് ഒന്ന് കറങ്ങി നോക്കാം. ഇന്നലെ ഞാൻ കണ്ടതാണ്, പക്ഷേ എനിക്ക് ഇന്നലെ ഷൂട്ട് ചെയ്യാനൊരു മൂടൊന്നും ഉണ്ടായില്ല. ഭയങ്കര ക്ഷീണമായിരുന്നു. ഇന്നും എനിക്ക് വയ്യ കേട്ടോ. ശരിക്കും ഞാൻ കുറേ സമയം കിടന്നു. നല്ല തലവേദന ഉണ്ട്. നമ്മുടെ ആ ഒരു സൈക്കിൾ തെറ്റിയതിൻ്റെ പ്രശ്നമാണ്. രാത്രിയും പകലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊരു സിറ്റുവേഷനാണല്ലോ ഇവിടെ. അതുകൊണ്ട് പൈനാപ്പിൾ താങ്ക് യു. ഇപ്പൊ അവസാന 10ലേക്ക് അടുക്കുമ്പോൾ നോമ്പ് ഇങ്ങനെയാണ്, തിരക്കിനി കൂടും. അങ്ങോട്ട് പോകുമ്പോൾ റഷ് കൂടും. രാത്രി നേരം വെളുക്കുന്നവരെ ആൾക്കാരാവും. 4 മണി വരെ ആൾക്കാരുണ്ടാവും. ഇതുണ്ടല്ലേ പെണ്ണുങ്ങളൊക്കെ പർച്ചേസ് നടക്കാം. റോഡിൽ മൊത്തം ആൾക്കാരാണ് കേട്ടോ. നിറയെ ആൾക്കാർ. എല്ലാ കടകളിലും തിരക്കാണ്. കംപ്ലീറ്റ് കടകളിലും, പ്രത്യേകിച്ച് തുണിക്കടകളിലൊക്കെ ഭയങ്കര തിരക്കാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ തിരക്ക് കൂടത്തേ ഉള്ളൂ. കൂടി വരും അല്ലേ? കൂടി വരുന്നത്. ഇതൊക്കെ ഇവിടുത്തെ സംബന്ധിച്ച് ഭയങ്കര ട്രാഫിക്കാണ്. ഇതൊക്കെ അല്ലേ? ഓട്ടോ സ്റ്റാൻഡ് വരെ ആക്റ്റീവ് ആണല്ലേ?
അങ്ങനെ നേരെ പോയിട്ട് പിന്നെ ബീച്ചിലേക്ക് പോയിട്ടോ. ബീച്ചിലത്തെ വൈബ് ഭയങ്കര രസമാണ്. ഞാൻ പറഞ്ഞില്ലേ, രാത്രിയിൽ കുറച്ച് നേരം ഞങ്ങൾ അതിലങ്ങനെ നടന്നു. അതായത് വലിയ തിരക്കില്ലാത്തൊരു സ്ഥലത്ത് പോയി ഇരിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറേ നടന്നു. പക്ഷേ എല്ലാ സ്ഥലത്തും ആൾക്കാരായിരുന്നു. ആൾക്കാരില്ലാത്ത സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഈ ഞണ്ടും അതുപോലത്തെ വേറൊരു സാധനമുണ്ട്, കോമ്പെന്ന് പറയുന്ന സാധനം. ഞാൻ അതിനെക്കുറിച്ചൊക്കെ വീഡിയോയിൽ മുമ്പ് പറഞ്ഞിരുന്നു. ആ സാധനമൊക്കെ വലിയ കോമ്പൊക്കെ നിറയെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ ഇരുന്നില്ല. അങ്ങനെ നമ്മൾ അധികം സമയം ഇരിക്കാതെ വീട്ടിലേക്ക് തന്നെ പോകുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ ഒരു സൈക്കിൾ തെറ്റീൻ്റെ പ്രശ്നം ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് നിങ്ങൾ എന്നെ കാണുന്നത്. ഉച്ചയ്ക്ക് ഞാനൊന്ന് പുറത്തിറങ്ങിയപ്പോൾ തല കറങ്ങി വീഴാൻ പോയി. അപ്പോൾ വീണ്ടും വീട്ടിലേക്ക് തന്നെ വന്നു. എന്ത് പറ്റിയെന്നൊരു പിടി കിട്ടുന്നില്ല. ആ 2 ദിവസത്തെ ഉറക്കത്തിൻ്റെ ആ ഒരു ഇത് മാറിയതാണോ എന്താണെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ട്. ശരിക്കും ഞാൻ വീഴാൻ പോയി. ഞാൻ സാദിഖിൻ്റെ ബൈക്ക് എടുത്തിട്ടാണ് ഇറങ്ങിയത്. പെട്ടെന്ന് എനിക്ക് ഒരുമാതിരി ബാലൻസ് പോകുന്ന പോലെ. അപ്പോൾ ഞാൻ ബൈക്ക് സൈഡാക്കിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. എന്നിട്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് പോകുന്നു. പോയ കാര്യം നടന്നില്ല. എന്തായാലും ഇന്നിപ്പോൾ കുറച്ച് നേരമൊക്കെ ഒന്ന് വീണ്ടും പകൽ കടന്നപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ നമ്മൾ ആ ചീരണിൻ്റെ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ രാത്രിയിലത്തെ ആ ഒരു കറക്റ്റ് വൈബൊന്ന് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അത് നടന്നിട്ടില്ല. 2 പ്രാവശ്യം നടന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ സാൻഡിയൊക്കെ കാണിച്ചാൽ കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു ബക്കറ്റാണ്. ഇവിടെ അറിയാലോ, ഇവിടുത്തെ വെള്ളത്തിൽ ഭയങ്കര കാൽസ്യം കണ്ടൻറ്റ് ഉണ്ടെന്ന് അറിയാലോ. അപ്പോൾ ഇവിടെ 2-3 ടൈപ്പ് വെള്ളമുണ്ട്. NIOTൻ്റെ നമ്മൾ അന്ന് വീഡിയോ ചെയ്തപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഡീസാലിനേഷൻ പ്ലാന്റ് ഉണ്ട് ഇവിടെ. വെള്ളത്തിലത്തെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാറ്റിയിട്ട് ശുദ്ധീകരിക്കുന്നൊരു പ്ലാന്റ് ഉണ്ട്. ആ വെള്ളമുണ്ട്. പിന്നെ ഗ്രൗണ്ട് വാട്ടർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗ്രൗണ്ട് വാട്ടറിൽ എടുക്കുന്ന പാത്രങ്ങളിലൊക്കെ ഇപ്പോൾ ഈ അടിഭാഗത്ത് കണ്ടോ, ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണുമെന്ന് എനിക്കറിയില്ല. അയ്യോ, ഇതിൻ്റെ അകത്ത് കണ്ടോ ഒരു കളർ ഇങ്ങനെ കാണുന്നുണ്ടോ. ഇത് നല്ല കട്ടിയിൽ, അത്യാവശ്യം നല്ല കട്ടിയിൽ ഒരു കോട്ടിങ് പോലെ കാൽസ്യത്തിൻ്റെ കോട്ടിങ്ങാണ്. കാണുന്നുണ്ടോ? ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്ഥിരമായിട്ട് വെള്ളമെടുക്കുന്ന പാത്രങ്ങളിലൊക്കെ ഈ സംഭവമുണ്ട്. നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഒരു വീഡിയോയിലൊരു സുഹൃത്ത് നമ്മുടെ അകത്തിയിൽ റിസോർട്ടിൽ പോയിട്ട് പറയുന്നുണ്ട്, റിസോർട്ട് തുടങ്ങി അന്ന് കഴുകിയാന്ന് തോന്നുന്നു, പിന്നെ കഴുകിയിട്ടില്ല എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഈ ക്ലോസറ്റൊക്കെ കാണുമ്പോൾ, വാഷ് ബേസിനൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നും. സംഗതി ഇത് കഴുകാഞ്ഞിട്ടോ വൃത്തിയില്ലാഞ്ഞിട്ടോ അല്ല, ഇതിങ്ങനെയാണ്. പിന്നെ ഡെയിലി കഴുകേണ്ടി വരും. പിന്നെ വേറെ എന്തൊരു ആസിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്ന പരിപാടി ഉണ്ട്. അങ്ങനെ ആകുമ്പോഴും ഇത് പോവും. ജസ്റ്റ് ഇതിങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഞാൻ വിചാരിച്ച പോലെയൊക്കെ നടക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അടുത്ത വീഡിയോ കാണാം. വേറെ ഒന്നുകൊണ്ട് മെയിൻ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ നടന്നാൽ രസമായിരിക്കും. വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ ഇവിടുത്തെ സാധാരണ കാഴ്ചകളൊക്കെ ഞാൻ മുമ്പ് ചെയ്തതാണെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ കുറേ പേര് അതൊക്കെ കണ്ടതായിരിക്കും. അന്നുള്ള കുറേ ആൾക്കാരനാണ് ഇപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത്. അതുകൊണ്ട് അവരൊക്കെ കണ്ടതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനിയും ഇവിടുത്തെ സാധാരണ കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്യണോ കാണിക്കണോ എന്നുള്ളത് നിങ്ങളൊന്ന് പറയണം, കമൻറ്റിലൊന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ഞാൻ അതൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഈ സാധാരണ കാണുന്ന പുതുമയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഒരിക്കൽ കാണിച്ചതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ കാണിക്കാതിരിക്കുന്നതാണ് ബോധപൂർവ്വം കേട്ടോ. അപ്പോൾ വേറെ ചില പ്ലാൻസ് നമുക്കുണ്ട്. അതൊക്കെ നടക്കുമെന്ന് വിചാരിക്കുന്നു. ഒരാടപ്പുറത്തിനൊരു സമാധാനം തരുന്നില്ല. ഇവിടെ ആടുകൾക്ക് കൂടൊന്നുമില്ല കേട്ടോ. ആടുകൾ ഇങ്ങനെ തൊടി കൂടി ചുമ്മാ അങ്ങനെ ഒരു തെങ്ങിലൊക്കെ കെട്ടിയിട്ട് അങ്ങനെ വളർത്തുക ചെയ്യുക. എന്തുകൊണ്ട് അവർ കൂടുണ്ടാക്കാത്തതെന്ന് അറിയില്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ എന്തെങ്കിലും ജന്തുക്കൾ പിടിക്കുന്ന ആ ഒരു പേടി ഇവിടെ ഇല്ല. വന്യമൃഗങ്ങളോ പട്ടി പോലും ഇല്ലല്ലോ. അപ്പോൾ ആ പ്രശ്നമില്ല. പക്ഷേ മഴ പെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ലേ? മഴ പെയ്യുമ്പോൾ കയറി നിൽക്കാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടാവും. എന്തായാലും കൂടില്ല, ആട്ടിൻകൂട് പരിപാടി ഇവിടെ ഇല്ല. അപ്പോൾ ശരി, അടുത്തൊരു പരിപാടിയിൽ വീണ്ടും കാണാം. ബൈ.